ഇന്നത്തെ വിഷയം പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയും കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ഉള്ള കുറ്റവാസന, അക്രമം പോലെയുള്ള അക്രമ സ്വഭാവങ്ങൾ പോലെയുള്ള ഉയർന്നു വരുന്ന അവസ്ഥയിൽ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയായ തരത്തിലുള്ള പേരൻറ്റിങ് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് നമുക്ക് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കേസ് പറയാം. ഒരിക്കലൊരു 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അമ്മ ബിഹേവിയറൽ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. ആ കുട്ടി ദേഷ്യം, വാശി, ബഹളം വയ്ക്കുക, ഉപദ്രവിക്കുക, പ്രത്യേകിച്ച് കാര്യം സാധിക്കുക എന്നുള്ള, പുള്ളി പറയുന്ന കാര്യം ഉടൻ തന്നെ സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ അമ്മയെ ചീത്ത വിളിക്കുകയും അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പുള്ളി വിചാരിച്ച കാര്യം നടക്കാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അമ്മുമ്മയെ ഉപദ്രവിക്കും, ചിലപ്പോൾ അനിയത്തിയെ ഉപദ്രവിക്കും. അനിയത്തിയുണ്ട് വീട്ടിൽ, അപ്പോൾ അനിയത്തിയെ ഉപദ്രവിക്കും. അപ്പോൾ ഈ ഉപദ്രവ സ്വഭാവവും തെറിവിളിയും തുടങ്ങുന്ന കൂടുതലാകുമ്പോൾ അമ്മ അത് ഒഴിവാക്കാനായിട്ട് കുട്ടി പറയുന്നത് അങ്ങ് സാധിച്ചു കൊടുക്കും. ഇതൊരു സ്വഭാവ രീതിയായിട്ട് തുടരുകയാണ്. ഇതേ സ്വഭാവം തന്നെ കുട്ടിക്ക് സ്കൂളിലുമുണ്ട്. സ്കൂളിലും കൂട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കുന്ന പ്രശ്നമുണ്ടെന്ന് അമ്മയെ വിളിച്ച് ടീച്ചർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സ്വഭാവ രീതി ഇങ്ങനെ, കുട്ടിയുടെ സ്വഭാവ രീതി ഇങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അമ്മ എടുക്കുന്ന സ്വഭാവ രീതിയിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനമാണ് അച്ഛൻ എടുക്കുന്നത്. അവൻ പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അച്ഛൻ്റെ മുമ്പിൽ അവൻ പറയുന്നതെല്ലാം അച്ഛൻ സാധിച്ചു കൊടുക്കും. അതിന് അച്ഛനൊരു ന്യായവും കൂടെ പറയും. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ കഷ്ടത നിറഞ്ഞ അവസ്ഥയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, എനിക്കൊന്നും സാധിച്ചു കിട്ടിയിട്ടില്ല. അതിൻ്റെ വിഷമങ്ങളൊന്നും എൻ്റെ കുട്ടികൾ അറിയരുത്. അവർ പറയുന്നതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ അവരെ ഒരു വിഷമവും അറിയാതെ ഞാൻ വളർത്തും. അപ്പോൾ ഇങ്ങനെയാണ് അമ്മ സാധിച്ചു കൊടുക്കാതെ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അച്ഛൻ ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും സാധിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതി അച്ഛൻ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേ സംബന്ധിച്ചിട്ട് ഈ പേരൻറ്റിങ്ങിൻ്റെ തർക്കം, കുട്ടിയുടെ വാശി സ്വഭാവം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇതേക്കുറിച്ചിട്ടുള്ള തർക്കം കുടുംബത്തിൽ സ്ഥിരമായി നടക്കാറുണ്ട്. അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കും നടക്കാറുണ്ട്. ശാരീരിക ഉപദ്രവത്തിലേക്ക് പോകത്തില്ല, പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പേരൻറ്റിങ് ആണ് കുടുംബത്തിൽ തുടരുന്നത്. ഈ രീതിയിലുള്ള കുടുംബത്തിൽ തുടരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു സമീപനം വിഷമതകൾ അറിയരുതെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അക്രമ സ്വഭാവം നടത്തുന്ന ഒരു സ്വഭാവ രീതി കുട്ടിയിൽ വളർന്നു വരികയും അക്ഷമയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശിശുപരിപാലന രീതിയിൽ കുട്ടിയിൽ വാശി സ്വഭാവം വളർന്നു വരും, അതുപോലെ അക്ഷമ വളർന്നു വരും. കാര്യം നടത്താൻ സാധിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തിയാൽ കാര്യം സാധിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടിയുടെ സ്വഭാവ രീതി വളർന്നു വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വഭാവവികൃതത്തിൻ്റെ ഒരു ലക്ഷണമാണ്, സ്വഭാവവികൃതത്തിൻ്റെ രീതിയിലാണ്. അതിനെ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു പരാതി കേസായിട്ടാണ് ഞാൻ ഇവിടെ ഇത് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഇത്തരത്തിലൊരു കുട്ടി ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടി സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കാതെ, കുടുംബത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കാതെ കുട്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുട്ടി പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഈ ശിശുപരിപാലന രീതിയെ പെർമിസീവ് പേരൻറ്റിങ് എന്നാണ് പറയുന്നത്. അനുവദനീയമായ പേരൻറ്റിങ് എന്നല്ലെങ്കിൽ പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയും. ഈ പെർമിസീവ് പേരൻറ്റിങ് യഥാർത്ഥത്തിൽ കുട്ടികളിൽ വാശി കൂടുന്നതിനും അക്രമ സ്വഭാവം കൂടുന്നതിനും അതുപോലെ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ആണ് നമ്മൾ ലോകാരോഗ്യ സംഘടന ബിഹേവിയറൽ വാക്സിൻ എന്നുള്ള ഒരു പേരിലൊരു ഒരു വേഡ് പുറപ്പെടുവിച്ചത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് കുട്ടികളിലും കൗമാരക്കാലും മാനസിക രോഗാതുരത കൂടി വരുന്നതിന് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് പേരൻറ്റിങ്ങിലൂടെ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതായത് കുട്ടികളിൽ മുതിർന്നവരിൽ വരുന്നതിൻ്റെ മാനസിക രോഗാതുരതയുടെ പകുതിയും ആരംഭിക്കുന്നത് കുട്ടിക്ക് 14 വയസ്സിന് മുൻപാണ്. അപ്പോൾ ശരിയായ തരത്തിലുള്ള ശിശു പരിപാലനത്തിലൂടെ ഈ മാനസിക രോഗാതുരത കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ്
ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ശരിയായ പേരൻറ്റിങ്ങിനെ ബിഹേവിയറൽ വാക്സിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബിഹേവിയറൽ വാക്സിൻ, അതായത് ഒരു കുട്ടിക്ക് നിരവധിയായ രോഗങ്ങൾക്കെതിരെ പ്രതിരോധം നേടുന്നതിന് വേണ്ടി നിരവധി വാക്സിനുകൾ കൊടുത്ത് ആ രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ളതുപോലെ ശരിയായ തരത്തിലുള്ള പേരൻറ്റിങ്ങിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക രോഗാതുരത വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാം. അവസാനിപ്പിക്കാൻ കഴിയുമെന്നല്ല, വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ശിശു സൗഹൃദ ശിശു പരിപാലനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ലോകാരോഗ്യ സംഘടന എല്ലാ രാജ്യങ്ങളിലേക്കും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെയാണ് പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം ഇരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണെന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പേരൻറ്റിങ് എന്ന് നമ്മളെപ്പോഴും പറയുന്നു, എല്ലാവരും പറയുന്നു പേരൻറ്റിങ്. അപ്പോൾ എന്താണ് പേരൻറ്റിങ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു പരിശോധന നമുക്ക് നടത്തി നോക്കാം. അതായത് കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ബൗദ്ധികവുമായ വികാസ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതേപോലെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു തുടർ പ്രക്രിയയാണ് ശിശുപരിപാലനം അഥവാ പേരൻറ്റിങ് അഥവാ രക്ഷകർത്തൃത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. കുട്ടിയുടെ വികാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവും ശാരീരികം മാത്രമല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 4 വാക്കുകളും വളരെ കൃത്യമാണ്. ശാരീരികം, മാനസികം, സാമൂഹികം, അതുപോലെ ബൗദ്ധികം. ഇപ്പോൾ ശാരീരികമായ വികാസം കുട്ടിക്കുണ്ടാകുന്നത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കുട്ടിയുടെ ഫിസിക്കൽ നീഡ്സ്, ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. സമയാസമയം ആഹാരം കൊടുക്കുന്നു, നല്ല ആഹാരം കൊടുക്കുന്നു, അതുപോലെ കുട്ടിയുടെ ദിനചര്യകൾ നന്നായിട്ട് പോകുന്നതിന് വേണ്ടി പിന്നെ കുട്ടിയെ പരിപാലിക്കുന്നു. അങ്ങനെ സമയാസമയം ആഹാരം കൊടുക്കുന്നു. അങ്ങനെ സമയാസമയം ആഹാരം കൊടുത്തത് കൊണ്ട് മാത്രം ആ പ്രക്രിയ നമുക്ക് പേരൻറ്റിങ് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. പക്ഷേ കുടുംബങ്ങളിൽ നടക്കുന്നത് കുട്ടിയുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, പക്ഷേ കുട്ടിയുടെ വൈകാരികമായ മാനസികമായ സാമൂഹികമായിട്ടുള്ള വികാസ പ്രക്രിയയെക്കുറിച്ചിട്ട് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നതുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഇതിന് എല്ലാ തരത്തിലുമുള്ള വികാസ പ്രക്രിയ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് പേരൻറ്റിങ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുള്ള നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോൾ പ്രായപൂർത്തിയായതെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെ ഭരണഘടനയിൽ 18 വയസ്സാവരെയാണ് നമ്മൾ പ്രായപൂർത്തിയവരായിട്ട് കാണുന്നത്. അപ്പോൾ അതുപോലെ 18 വയസ്സ് വരെയുള്ള പ്രക്രിയയാണ് ശിശുപരിപാലനം പേരൻറ്റിങ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാരണം നമ്മുടെ സംസ്കാരത്തിൽ ഇത് വീണ്ടും തുടരുന്നുണ്ട്, തുടർ പ്രക്രിയയാണ്. കുട്ടികൾ കല്യാണം കഴിച്ച് വിട്ടാലും അതുപോലെ കുട്ടികൾ കല്യാണം കഴിച്ചാലും പിന്നീടും വീണ്ടും അവർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ തന്നെ മാതാപിതാക്കൾ പോയി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു തുടർ പ്രക്രിയയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു അമ്മയായാലും ആ അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ ശിശുപരിപാലനം പേരൻറ്റിങ്, അല്ലെങ്കിൽ അച്ഛനായാലും ഒരു അച്ഛൻ വയസ്സുകാലത്ത് മരിച്ചു പോകുന്നത് വരെ ഈ പേരൻറ്റിങ് പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ ഏഷ്യൻ കൾച്ചറിലും ഇന്ത്യൻ കൾച്ചറിലുമൊക്കെ കൂടുതലായിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വ്യത്യസ്തമായി. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ പ്രായപൂർത്തിയായെന്ന് പറയുമ്പോൾ കുട്ടിക്ക് 18 വയസ്സിനെയാണ് ഭരണഘടനാപരമായ പ്രായപൂർത്തിയെന്ന് കാണുന്നത്. പക്ഷേ ഇത് ലീഗൽ മെച്യൂരിറ്റി മാത്രമാണ്. ന്യൂറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം പൂർത്തിയാകുന്നത് 18 വയസ്സിലല്ല. ഏകദേശം ഒരു 20-25 വയസ്സിൻ്റെ ഘട്ടത്തിലാണ് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം പൂർത്തിയാകുന്നത്. പ്രത്യേകിച്ച് തലച്ചോറിൽ പ്രീഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. പ്രീഫ്രോണ്ടൽ എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തെ തലച്ചോറിൻ്റെ മുൻതളം, അതുപോലെ ലിംബിക് സിസ്റ്റം, എമോഷണൽ ബ്രെയിൻ, അമിഗ്ഡല എന്നൊക്കെ പറയും. എമോഷണൽ ബ്രെയിൻ എന്ന വൈകാരികമായ ശേഷിയുടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ബ്രെയിനിലുള്ള ഏരിയയാണ് അമിഗ്ഡല അഥവാ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്മറിയുടെ ഏരിയയാണ് ടെമ്പറൽ ലോബ്, ഹിപ്പോ ക്യാമ്പസ്. ഈ പ്രദേശങ്ങൾ, ഈ പറഞ്ഞ ഏരിയകളുടെ മൈലിനൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം 20 മുതൽ 25 വയസ്സ് വരെ പ്രായത്തിലാണ്. അതുകൊണ്ട് ന്യൂറൽ മെച്യൂരിറ്റി, ലീഗൽ മെച്യൂരിറ്റി ഒരു കുട്ടി ഭരണഘടനാപരമായി ആർജിക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും ആ കുട്ടി ന്യൂറൽ മെച്യൂരിറ്റി ആർജിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രീഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് പറയുന്നത്. തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്രവർത്തിക്കുന്നതിനെയും നിയന്ത്രിക്കുന്ന അക്രമ സ്വഭാവത്തെയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ, അനലിറ്റിക്കൽ തിങ്കിങ്ങിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
തലച്ചോറിൻ്റെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. ആ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ മെച്ചുറേഷനാണ് ഈ പറഞ്ഞ 20. അപ്പോൾ അതുകൊണ്ട് ഈ ലീഗൽ മെച്യൂരിറ്റി ന്യൂറൽ മെച്യൂരിറ്റി ഒന്നല്ല, അത് രണ്ടാണ്. അതിൽ ന്യൂറൽ മെച്യൂരിറ്റിയാണ് വളരെ കൂടുതലായിട്ട് പ്രധാനപ്പെട്ടത്. മറ്റേത് ഭരണഘടനാപരമായ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ലീഗൽ മെച്യൂരിറ്റിയെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താണ് പേരൻറ്റിങ് എന്ന് നമ്മളിപ്പോൾ ഇത് സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇനി പേരൻറ്റിങ് വിവിധ തരത്തിലുള്ള പേരൻറ്റിങ്ങുകളുണ്ട്. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ശിശുപരിപാലന രീതി, പ്രത്യേകിച്ച് മാതാപിതാക്കൾ പേരൻറ്റിങ്ങിൽ ഏർപ്പെടുന്ന രീതിയും ആ പേരൻറ്റിങ് പ്രക്രിയയിൽ അവർ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും സ്വഭാവ രീതികളെയും അടിസ്ഥാനത്തിൽ പേരൻറ്റിങ്ങിനെ നമുക്ക് പൊതുവിൽ 4 തിരിക്കാം. അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷേ 4 തരത്തിലുള്ള പേരൻറ്റിങ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 4 തരത്തിലുള്ള പേരൻറ്റിങ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പെർമിസീവ് പേരൻറ്റിങ്. ഞാനിപ്പോൾ ഇവിടെ കേസ് ഹിസ്റ്ററി പറഞ്ഞതുപോലെ കുട്ടി പറയുന്നത് എന്ത് സാധിച്ചു കൊടുത്തും കൊണ്ട് കുട്ടിയെ ഒരു അല്ലലും അറിയിക്കാതെ വളർത്തുന്ന രീതിയെന്ന് മാതാപിതാക്കൾ പറയുന്ന പെർമിസീവ് പേരൻറ്റിങ്, അത് അനുവദനീയമായ രീതിയിലുള്ള പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഏകാധിപത്യപരമായ ശിശുപരിപാലനം. ഏകാധിപത്യപരമായ ശിശുപരിപാലനം എന്ന് പറയുമ്പോഴത്തേക്ക് അതോറിറ്റേറിയൻ എന്ന് പറയും. ഓരോന്നിലേക്കും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മൂന്നാമത്തെ പേരൻറ്റിങ്ങിനെ പറയുന്നത് ആധികാരികമായ ശിശുപരിപാലനം, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. ഇതെന്താണെന്ന് ഞാൻ വീണ്ടും വിശദീകരിക്കാം. നാലാമത്തത് നെഗ്ലക്ട്ഫുൾ പേരൻറ്റിങ് അഥവാ അവഗണനാപരമായ ശിശുപരിപാലനം പേരൻറ്റിങ്. അപ്പോൾ ഇത് 4 പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് 4 ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ കേസ് ഹിസ്റ്ററി തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുട്ടിക്ക് പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുട്ടി ഒരു തിരിച്ചറിവിലെത്തുന്നത് എല്ലാം സാധിക്കുന്നതാണ്, സാധിക്കാത്തതായിട്ടൊന്നുമില്ല. സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ബലപ്രയോഗം നടത്തിയാൽ മതി, തെറി വിളിച്ചാൽ മതി, അമ്മയോ അച്ഛനെ വഴക്ക് പറഞ്ഞാൽ മതി, അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ ഉടൻ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് പെർമിസീവ് പേരൻറ്റിങ്ങിലൂടെ കുട്ടി എത്തപ്പെടുന്നത്. അതായത് ഒരു വിലയിരുത്തലുമില്ലാതെ കുട്ടി ആവശ്യപ്പെടുന്നത് എന്തും ഉടൻ അത് ഏത് വിധേനയും സാധിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ശിശുപരിപാലനം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേരൻറ്റ്, പ്രത്യേകിച്ച് അച്ഛന്മാരാണ് പറയുന്നത്, വിഷമതകളൊന്നും അറിയിക്കാതെ ഞാൻ മക്കളെ വളർത്തും. രാത്രിയിൽ അമ്മയോട് പറയും. അമ്മ കുട്ടികൾ 2 ഉറങ്ങുമ്പോഴത്തേക്ക് ഇവർ 2 കൂടെ രാത്രി എണീറ്റിരുന്ന് അച്ഛൻ്റെ വിഷമതകളൊക്കെ, അച്ഛൻ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വൈകാരികമായൊരു നിമിഷത്തിൽ അച്ഛൻ പറയും, ഞാൻ എൻ്റെ കുട്ടികളെ ഒരു വിഷമതയും അറിയിക്കാതെ എങ്ങനെയും പൈസ ഉണ്ടാക്കി, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി കുട്ടികളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണം, അവരുടെ ഒരു ആഗ്രഹങ്ങൾക്ക് നമ്മൾ എതിര് നിൽക്കരുത് എന്ന രീതിയിലുള്ള ഒരു പേരൻറ്റിംഗ് ആണ് പെർമിസീവ് പേരൻറ്റിങ്. യഥാർത്ഥത്തിൽ പെർമിസീവ് പേരൻറ്റിങ് ശരിയായ തരത്തിലുള്ള ഒരു പേരൻറ്റിങ് അല്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയാണെന്നുണ്ടെങ്കിലും സാമൂഹിക അവസ്ഥയാണെന്നുണ്ടെങ്കിലും സാധ്യതകളും പരിമിതികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കുട്ടികൾ വളരേണ്ടത്. കുടുംബത്തിലെ വിഷമതകൾ അറിയിക്കാതെ വളർത്തണമെന്ന് പറയുന്നത് തെറ്റായ രീതിയാണ്. അത് വിശകലനാത്മകമായിട്ട് കുട്ടിക്ക് അത്തരത്തിലുള്ള ശേഷി കിട്ടാതെ വരുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് എല്ലാ പരിമിതികളും സാധ്യതകളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം കുട്ടി വളരേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികളിൽ അക്ഷമയും വാശിയും അക്രമ സ്വഭാവം വർദ്ധിച്ചു വരുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സാമൂഹിക അവസ്ഥ കുട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടി വളരേണ്ടതുണ്ടെന്നുള്ളതും കൂടി നമ്മൾ കാണുക. അപ്പോൾ അതാണ് പെർമിസീവ് പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളത്. പെർമിസീവ് പേരൻറ്റിങ് വളരെയധികം പേരൻസ്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് പേരൻസ്, അതുപോലെ ലോവർ മിഡിൽ ക്ലാസ് പേരൻസ് ഇടയിൽ ഈ തരത്തിലുള്ള പെർമിസീവ് പേരൻറ്റിങ് വലിയ തോതിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ശിശുപരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപത്യപരമായ ശിശുപരിപാലനം അഥവാ അതോറിറ്റേറിയൻ പേരൻറ്റിങ്. ഏറ്റവും ദോഷകരമായ ഒരു പേരൻറ്റിങ് രീതിയാണ് ഏകാധിപത്യപരമായ പേരൻറ്റിങ് അഥവാ അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കുട്ടിയുടെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അഭിപ്രായത്തിനും ഒരു പരിഗണനയും നൽകാതെ പേരൻറ്റിന് ഇഷ്ടമുള്ള രീതിയിൽ അവർ കുട്ടികളെ വളർത്താൻ ശ്രമിക്കും. അതാണ് ഏകാധിപത്യപരം, അതായത് ഏകാധിപത്യപരമായ ഒരു പേരൻറ്റിങ്. അതായത് ഒരു തരത്തിലുള്ള പരിഗണനയും കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കോ കുട്ടിയുടെ ഇഷ്ടത്തിനോ കുട്ടിയുടെ താല്പര്യങ്ങൾക്കോ കൊടുക്കാതെ അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേരൻറ്റിങ് രീതിയാണ് ഏകാധിപത്യപരമായ പേരൻറ്റിങ്. ഇത് കുട്ടികളിൽ കുറ്റവാസനയും ആക്രമണോത്സുകതയും വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
മാത്രവുമല്ല അവരുടെ ഒരു രീതി നോക്കിക്കോളൂ. അവർ പറയുന്നത് നിനക്കൊന്നും അറിയില്ല, നീ കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല, നീ ഞങ്ങൾ പറഞ്ഞതുപോലെ കേട്ടാൽ മതി, ഞങ്ങൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്നത് പോലെ കേട്ടാൽ മതി. പ്രത്യേകിച്ച് ഏകാധിപത്യപരമായ പേരൻറ്റിങ്ങിൽ അച്ഛൻ തന്നെയായിരിക്കും പ്രധാന പങ്ക് വഹിക്കുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ പുരുഷാധിപത്യപരമായൊരു പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, അമ്മയും മക്കളും അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു ഏകാധിപത്യപരമായ പേരൻറ്റിങ്, അതോറിറ്റേറിയൻ പേരൻറ്റിങ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ, നമുക്കാണ് എല്ലാം അറിയാവുന്നത്, നമ്മൾ കുട്ടി പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇന്ന സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇന്നടത്ത് ട്യൂഷന് പോകാമെന്ന് പറഞ്ഞാൽ കുട്ടി അതുപോലെ അങ്ങ് അനുസരിക്കുക എന്നുള്ളത്. കുട്ടിക്ക് അഭിപ്രായം വേറെ സാറിൻ്റെ അടുത്താണ് ട്യൂഷന് പോകേണ്ടതെങ്കിൽ അച്ഛൻ അത് സമ്മതിക്കത്തില്ല. അമ്മ മിക്കവാറും സബ്മിസീവായിട്ട് ഇതൊക്കെ അംഗീകരിച്ച് പോകുന്ന രീതിയിലുള്ള. അപ്പോൾ ഇത്തരം കുട്ടികളിൽ രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ഈ അടിയും കൂടുതൽ കിട്ടി ഈ കുട്ടികൾക്ക്. ഇപ്പോൾ ഇതൊന്നും കുട്ടി പറയുന്ന പേരൻസ് പറയുന്നത് അച്ഛൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ കുട്ടിക്ക് അടിയും കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകാധിപത്യപരമായ പേരൻറ്റിങ്ങിൽ കുട്ടിക്ക് അടിയും കിട്ടുന്ന ഒരു അവസ്ഥയിൽ കുട്ടിയിൽ ഒന്നുകിൽ വിധേയത്വമുള്ള ഉത്കണ്ഠാ സ്വഭാവമുള്ള കുട്ടിയായിട്ട് കുട്ടി വളർന്നു വരും. വിധേയത്വം ഉത്കണ്ഠാ സ്വഭാവമുള്ള. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനോടൊരു റിബൽ മനോഭാവം പുലർത്തും. നിനക്കൊന്നും അറിയില്ല എന്നൊരു 15 വയസ്സുകാരനോട് 15 വയസ്സുകാരിയോട് പറയുമ്പം ആ കുട്ടിയുടെ മനസ്സിലൊരു റിബൽ മനോഭാവം വളർന്നു വരും. ഈ പേരൻസിനോട് സഹകരിക്കാത്ത രീതിയിലുള്ള. അതേപോലെ ഏത് അവസരമാണോ ആദ്യം കിട്ടുന്നത് ആ ഘട്ടത്തിൽ പേരൻറ്റുമായിട്ട് റിവോൾട്ട് ചെയ്ത് പോകാനുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുക എന്നുള്ള, ഇപ്പോൾ ഒളിച്ചോടുക അതുപോലെയൊക്കെയുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ള, രാത്രി അല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള. ഒരിക്കലും ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ മുടി വളരെ 10-12 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരിക്കൽ കുട്ടി മുടി വളർത്തുന്നു, ബോക്സ് ടൈപ്പിൽ മുടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഹയർ സെക്കൻഡറി കുട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും സാറന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ അവസാനം ഒരു ദിവസം സാറന്മാരും അച്ഛനും കൂടെ തീരുമാനിച്ച് അച്ഛൻ കുട്ടിയെ കൊണ്ടുപോയി അവധി ദിവസം രാവിലെ കൊണ്ടുപോയി മുടി വെട്ടിച്ച്, ബലമായി കൊണ്ടുപോയി ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടി വെട്ടിച്ച്. അടുത്ത ദിവസം തിങ്കളാഴ്ച കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ പോകുന്നതിൻ്റെ ഉള്ള ബസ്സിൽ കയറുന്നതിന് പകരം വടക്കോട്ടുള്ള ഒരു ട്രെയിനിൽ കയറി കുട്ടിയങ്ങ് പോയി. കുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാനില്ല. അങ്ങനെ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തു. അധ്യാപകരും തിരക്കി. അവസാനം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുട്ടി കോയമ്പത്തൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി. അങ്ങനെ അച്ഛനെ അവരറിയിച്ച് അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛൻ കുട്ടിയെയും കൊണ്ട് ഉണർവ് ക്ലിനിക്കിൽ വന്ന്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു അഡോളസൻ്റ് ക്ലിനിക്കാണ് ഉണർവ് ക്ലിനിക്ക്, പട്ടത്താസ്ഥാനത്ത്. അപ്പോൾ ആ ഉണർവ് ക്ലിനിക്കിൽ കുട്ടിയെ കൊണ്ടുവന്ന് അധ്യാപകനും വന്നു. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഇറങ്ങിപ്പോയത്, അത് അപകടമല്ലേ, ഈ പ്രായത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയാൽ നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തുമോ അങ്ങനെയൊക്കെ ചോദിച്ച് അവനുമായിട്ട് മാനസിക വിശകലനം നടത്തിയപ്പോൾ അവൻ കരഞ്ഞും കൊണ്ട് എന്നോട് പറഞ്ഞു, എന്നെ ബലമായി അച്ഛൻ കൊണ്ടുപോയി മുടി വെട്ടി, എനിക്കതങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. ആ വിഷമത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത്. എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല. അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടെന്നേ ഉള്ളൂ എന്നാണ് കുട്ടിയുടെ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇതൊരു ഏകാധിപത്യപരമായ പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇവരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിയായ തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള ശേഷിയും ഇവർക്ക് കുറവായിരിക്കും. കാരണം തീരുമാനങ്ങളെല്ലാം മുകളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് തീരുമാനമെടുക്കൽ ശേഷി, ആശയവിനിമയ ശേഷി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ വിധേയത്വമുള്ള രീതിയിലോ അല്ലെങ്കിൽ ഉത്കണ്ഠാ സ്വഭാവമുള്ള രീതിയിലോ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള രീതിയിലോ ഉള്ള രീതിയിൽ കുട്ടികൾ, ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ പുരുഷാധിപത്യ പ്രവണതയുള്ള ഈ പേരൻറ്റിങ് പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഏകാധിപത്യപരമായ പേരൻറ്റിങ്ങിൽ നിന്ന് മാതാപിതാക്കളെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പേരൻറ്റിങ് രീതിയാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് അല്ലെങ്കിൽ ആധികാരികമായ ശിശുപരിപാലനം എന്ന് പറയും. അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് അഥവാ ആധികാരികമായ ശിശുപരിപാലനം. ഇവിടെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി കണ്ട് വിലയിരുത്തി പരിഗണിച്ച് അതിനുശേഷം കുട്ടിയെ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരൻറ്റിങ് രീതിയാണ് ആധികാരികമായ ശിശുപരിപാലനം അഥവാ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. കുട്ടിയുടെ അഭിപ്രായങ്ങൾ അതേപടി അംഗീകരിക്കുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടി പറയുന്നതെല്ലാം അതുപോലെ അംഗീകരിക്കുന്നു എന്നല്ല. മോൻ്റെ അഭിപ്രായം എന്താണ്, മോനെ എവിടെ ട്യൂഷന് പോകണതാണ് ഇഷ്ടം, അല്ലെങ്കിൽ മോന് പിന്നെ ഏത് വിഷയം എടുക്കണമെന്നാണ് താല്പര്യം, ഇപ്പം
+1 ചേരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മോളുടെ അടുത്ത് മോൾക്ക് ഏത് വിഷയമാണ് താല്പര്യം, മോളുടെ അഭിപ്രായം, അങ്ങനെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ കുട്ടിക്കും കൂടെ സ്വീകാര്യമാകുന്ന തീരുമാനത്തിലേക്ക്, കുട്ടിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്ന ഒരു പരിപാലന രീതിയാണ് ശിശുപരിപാലന രീതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അഭികാമ്യമായ പേരൻറ്റിങ് ശൈലി എന്ന് പറയുന്നത് ആധികാരികമായ അഥവാ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്നുള്ളതാണ്. ഇവിടെ കുട്ടിയുടെ കാര്യങ്ങൾ കൂടി അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്നത് കൊണ്ട് നമ്മൾ ശിശു സൗഹൃദ ശിശുപരിപാലനം എന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ശിശു സൗഹൃദ ശിശുപരിപാലനം മാത്രമല്ല, ഇതിനെ വേണമെങ്കിൽ ജനാധിപത്യപരമായ പേരൻറ്റിങ് എന്നും കൂടെ വേണമെങ്കിലും പറയാം. ജനാധിപത്യപരമായ പേരൻറ്റിങ്, ഡെമോക്രാറ്റിക് പേരൻറ്റിങ് എന്ന് പറയാം, ആധികാരികമായ പേരൻറ്റിങ് എന്ന് പറയാം, ശിശു സൗഹൃദ ശിശുപരിപാലനം എന്ന് പറയാം. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ പ്രത്യേകത നമ്മൾ നോക്കിയാലോ, അവർക്ക് ഈ വികാസ വെല്ലുവിളികൾ, അവർക്ക് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് അവർ ഓരോ ഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള വികാസ വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ വാശി കാണിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രകൃതമാണ്. അത് സ്വാഭാവികമായ കുട്ടിയുടെ സ്വഭാവ രീതിയാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ കമ്പുകൊണ്ടല്ല നമ്മൾ അതിനെ നേരിടേണ്ടത്. കുട്ടിയെ വിശ്വാസത്തിലെടുത്ത് കുട്ടിയോട് കളിപ്രവർത്തനങ്ങളൊക്കെ നടത്തി കുട്ടിയുടെ ശ്രദ്ധ മാറ്റി വിട്ടുകൊണ്ട് കുട്ടിയുമായിട്ട്, അപ്പോൾ ഓരോ വികാസ ഘട്ടത്തിലും കുട്ടികൾക്ക് ഓരോ തരത്തിലുള്ള വെല്ലുവിളികളുണ്ടാകും. അപ്പോൾ ആ വെല്ലുവിളികൾ നേരിടുന്നതിന് അവർക്ക് അവസരം കൊടുക്കണം, ആവശ്യമായ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ അവരുടെ ഏതൊരു ഘട്ടത്തിലും നമ്മളുടെ പ്രസൻസ്, നമ്മളുടെ സാന്നിധ്യം, നമ്മളുടെ സഹായം അവർക്ക് ലഭിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഏത് രീതിയിലും അവർക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാം. അതേ സമയത്ത് അവർക്ക് പരിമിതമായ അല്ലെങ്കിൽ നിയന്ത്രിതമായ സ്വാതന്ത്ര്യം കൂടി നമ്മൾ അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു തീരുമാനം. അപ്പോൾ സമയോചിതമായ ഇടപെടൽ മാതാപിതാക്കൾ നടത്തുമെന്നും ആവശ്യം വന്നാൽ അവരെ സമീപിക്കാൻ കഴിയുമെന്നുള്ള അപ്പോൾ ഇത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം കാണും, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത കാണും, അതുപോലെ ജനാധിപത്യ ബോധം കാണും, സത്യസന്ധത കാണും, അർപ്പണബോധം കാണും. അപ്പോൾ ഈ രീതിയിലുള്ള ശേഷികൾ കുട്ടികളിൽ വികസിച്ച് വരുന്നത് നമ്മളിങ്ങനെ പറഞ്ഞല്ല, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞല്ല, കുടുംബത്തിനകത്ത് കുട്ടിയെ സ്നേഹിക്കുന്നു, ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലേർപ്പെടുന്നു. അങ്ങനെയാണ് കുട്ടി സ്നേഹം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടിയിൽ എല്ലാ തരത്തിലുള്ള ഒരു സ്വതന്ത്ര സ്വഭാവം കുട്ടിയിൽ വളർന്നു വരികയും കുട്ടി എവിടെയും ഒരു സദസ്സിൽ പോയാലും ഒരു ക്ലാസ്സിൽ പോയാലും കുട്ടിയോട് ടീച്ചർ ചോദ്യം ചോദിച്ചാൽ എണീറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി കുട്ടിക്ക് മനസ്സിൽ അപ്പോഴും ശരിയെന്ന് തോന്നിയ ഒരു ഉത്തരം വിളിച്ചു പറയുന്നത് ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകാധിപത്യപരമായ ശിശുപരിപാലന ഉള്ള രീതിയിലുള്ള കുട്ടികൾ, വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉത്കണ്ഠയായിരിക്കും. അപ്പോൾ ആ കുട്ടിയോട് സാറൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഉത്തരം മനസ്സിൽ കാണും, പക്ഷേ തെറ്റിപ്പോയാലോ, പണ്ട് എന്തുകൊണ്ട് വീട്ടിൽ കുട്ടിക്കാലത്ത് അച്ഛൻ അടിച്ചതിൻ്റെ ഓർമ്മ കൊണ്ട് തെറ്റിപ്പോയാൽ വഴക്ക് കിട്ടുമെന്നുള്ളൊരു ബിഹേവിയറൽ പ്രോഗ്രാമിങ്ങും കുട്ടിയിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ആത്മവിശ്വാസവും കുറവായിരിക്കും, ഉത്കണ്ഠ കൂടുതലായിരിക്കും. അതേസമയത്ത് ആധികാരികമായ ശിശുപരിപാലനത്തിന് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അപ്പോഴും കുട്ടിക്ക് ശരിയെന്ന് തോന്നിയ ഒരു അഭിപ്രായം കുട്ടി വിളിച്ചു പറയും, ഒരു സദസ്സിൽ പോയാൽ ചർച്ചയിൽ പങ്കെടുക്കും. അതുപോലെ എവിടെയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കാര്യങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതിയും ഒക്കെ ഈ കുട്ടികളിൽ ആധികാരികമായ ശിശുപരിപാലനത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികളിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് എൻ്റെ കുട്ടി സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എല്ലാവരോടും ഇടപഴകണം, നന്നായിട്ട് എല്ലാവരോടും കളിക്കണം, ഓരോ പ്രവൃത്തിയും അതിൻ്റെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നന്നായി പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം, നമ്മൾ ഏത് തരത്തിലുള്ള പേരൻറ്റിംഗ് ആണ് ഞാൻ പിന്തുടരുന്നത് എന്ന് മാതാപിതാക്കൾ ഇത് കേട്ടിരിക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ 3 തരത്തിലുള്ള പേരൻറ്റിങ്ങിനെ വിശദമായി ഇവിടെ സംസാരിച്ചത്. ഇനി 4ാമത്തെ ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് നെഗ്ലക്ട്ഫുൾ പേരൻറ്റിങ് എന്ന് പറയും. അവഗണനാപരമായ സമീപനം. കുട്ടിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഇല്ല, ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള അതുപോലെ പോകണം. പെർമിസീവ് എന്ന് പറയാൻ പറ്റത്തില്ല. പെർമിസീവ് എന്ന് പറഞ്ഞാൽ കുട്ടി ആവശ്യപ്പെടുന്നത് എന്താ സാധിച്ചു കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, കുട്ടിയുടെ ഇഷ്ടത്തിനങ്ങ് പോകണു, ഒരു തരത്തിലും ഇടപെടുന്നില്ല. അത് വേണമെന്നും പറയുന്നില്ല, വേണ്ടെന്നും പറയുന്നില്ല, അടി തരുമെന്നും പറയുന്നില്ല, നീ അങ്ങനെ ചെയ്യരുതെന്നും പറയുന്നില്ല, അങ്ങനെ ചെയ്യണമെന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു അവഗണനാപരമായിട്ടുള്ള നെഗ്ലക്ട്ഫുൾ പേരൻറ്റിങ് എന്ന് പറയും. ഇത്തരത്തിലുള്ള നെഗ്ലക്ട്ഫുൾ പേരൻറ്റിങ് മൊത്തത്തിലുള്ള പേരൻറ്റിങ് രീതികളുടെ കണക്കെടുത്ത് നോക്കുമ്പം
തുലവും കുറവായ ഒരു സമീപന രീതിയാണ് നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തമില്ലാത്ത മാതാപിതാക്കൾ, അവർ ഓരോ മാതാപിതാക്കളും അവരവരുടെ രീതിക്ക് നടക്കുന്നു. അവർ തമ്മിൽ ദാമ്പത്യ ബന്ധത്തിൽ വലിയ വിള്ളലുകളും വലിയ വെല്ലുവിളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ മുമ്പോട്ട് പോകണം. ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കുട്ടി അങ്ങനെ നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ് എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിയായ തരത്തിൽ വളർന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം സാധിക്കും, അതേ കാര്യത്തിന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ മേടിക്കും. ഈ അച്ഛനും അമ്മയും കൂടെ തമ്മിൽ പരസ്പര ബന്ധം സൗഹൃദം ഇല്ലാത്തതുകൊണ്ട് അമ്മ പൈസ കൊടുത്തത് അച്ഛനും അറിയത്തില്ല, അച്ഛൻ പറഞ്ഞു കൊടുത്തത് അമ്മയും അറിയത്തില്ല. അപ്പോൾ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ വളർന്നു വരാനുള്ള സാധ്യത നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ശരിയായ തരത്തിലുള്ള സ്വഭാവ രൂപീകരണം വ്യക്തിത്വ വികാസ പ്രക്രിയയിൽ നടക്കുന്നതിലും ഈ നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ് യഥാർത്ഥത്തിൽ ദോഷകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 4 പാരൻറ്റിങ്ങും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ നല്ല പാരൻറ്റിങ് എന്നും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളും അവർ അനുവർത്തിക്കുന്ന പാരൻറ്റിങ് ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും. അതിൽ നിന്ന് വ്യതിചലിച്ച് ശരിയായ തരത്തിലുള്ള ആധികാരികമായ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ശിശു സൗഹൃദപരമായ ശിശു പരിപാലനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏത് പാരൻറ്റിങ്ങാണ് ഏറ്റവും നല്ലതെന്നുള്ളത് നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. ഒന്നാമത്തെ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ഏറ്റവും മെച്ചപ്പെട്ട പാരൻറ്റിങ്, ആധികാരികമായ പാരൻറ്റിങ്, ശിശുപരിപാലന ശിശു സൗഹൃദ ശിശുപരിപാലനം, അതുപോലെ ജനാധിപത്യപരമായ പാരൻറ്റിങ്. ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു പാരൻറ്റിങ്ങിൻ്റെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ദോഷകരമായിട്ടുള്ളത് പിന്നെ ഏകാധിപത്യപരമായ അതോറിറ്റേറിയൻ പാരൻറ്റിങ് ആണ് ഏറ്റവും ഒരു കാരണവശാലും നമ്മളത് വെച്ച് പുലർത്താൻ പാടില്ല. രണ്ടാമത്തെ ദോഷകരമായിട്ടുള്ളത് പെർമിസീവ് പാരൻറ്റിങ് ആണ്. അതും നമ്മൾ എന്ത് സാധിച്ചു കൊടുക്കുന്ന സമീപന രീതി ഒഴിവാക്കിക്കൊണ്ടുള്ള പാരൻറ്റിങ്ങിലേക്ക് നമ്മൾ വരണം. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ്. അപ്പോൾ ഇതാണ് 4 പാരൻറ്റിങ്. അതിലേറ്റവും മെച്ചപ്പെട്ടത് ആധികാരികമായ ഡെമോക്രാറ്റിക് പാരൻറ്റിങ്, ശിശു സൗഹൃദ ശിശു പരിപാലനം, ജനാധിപത്യപരമായ പാരൻറ്റിങ്.